നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭാവഗീതം എന്നാണ് ആ കവിതയുടെ പേര്. ചില നിമിഷങ്ങളിൽ, ചില മണിക്കൂറുകളിൽ, ചില വർഷങ്ങളിൽ നമുക്ക് സൃഷ്ടിപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. സൃഷ്ടിപരമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളൊരു തളർന്ന അവസ്ഥയായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിന് പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലാണ് അനുഭവപ്പെടുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും, മറ്റുള്ളവരെങ്ങനെ അത് ഉൾക്കൊള്ളും എന്നുള്ള ഒരു ചിന്ത, മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയാവും എന്നുള്ള മറ്റൊരു ചിന്ത, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യേണ്ടു എന്ന് ചിന്തിച്ചിരിക്കുന്ന പല നിമിഷങ്ങളും നമ്മുടെ മുന്നിൽ വന്നെത്തിയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത, നമുക്ക് സ്വയം എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അത് നടക്കാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ഒരു സമ്മിശ്രമായ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് നിമിഷങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. എല്ലാവരെയും സസൂക്ഷ്മം പഠിച്ചും എല്ലാവരുടെയും ജീവിതചര്യകൾ മുന്നിൽ കണ്ടും നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ചിന്തകൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളെ മതിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ചില നേരങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു നിർജീവാവസ്ഥയിൽ കഴിയേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വല്ലതും കഴിക്കുക, ഉണ്ടും ഉറങ്ങിയും കിടന്നുറങ്ങിയും പിന്നെയും അടുത്ത പ്രഭാതത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും, എന്ത് ചെയ്യേണ്ടു ഞാൻ, എങ്ങനെ ജീവിക്കേണ്ടു ഞാൻ, എങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കും, കുടുംബത്തിലുള്ളവരുടെ മാനസികാവസ്ഥ, അവരുടെ ചിന്താധാര, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഒരുപാട് മതിച്ചിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിവിടെ പറയാൻ കാര്യം, വെറുതെ ഉണ്ടും ഉറങ്ങിയും ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ കടന്നുപോയ ആ ദിനങ്ങളെക്കുറിച്ചും കടന്നുപോയ നിമിഷങ്ങളെക്കുറിച്ചും മണിക്കൂറുകളെക്കുറിച്ചും നമുക്ക് പിന്നീട് ചിന്തിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു ചിന്തയിൽ നിലത്ത് കിടക്കുമ്പോഴാണ് ഇങ്ങനൊരു തോന്നൽ മനസ്സിൽ കടന്നു വരുന്നത്. അങ്ങനെയാണ് ഭാവഗീതം എന്നുള്ള ഈ കവിത എന്നിൽ ജനിക്കുന്നത്. ആ കവിത ഇങ്ങനെയാണ്: ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, കാലം കഴിച്ചൊടുവിൽ നെടുവേർപ്പിടുന്നിതാ മനുഷ്യർ. ഒന്നും നേടാനായില്ലല്ലോ, ഒന്നും നേടാനായില്ലല്ലോ, കഴിഞ്ഞതെല്ലാം സ്വപ്നമായി കരുതിയെങ്കിൽ വരും കാലം അഹോരാത്രം പാടുപെട്ടാൽ ജീവിതാന്ത്യത്തിലെങ്കിലും വന്നു ചേർന്നിടാം സുഖം, ജീവിതാന്ത്യത്തിലെങ്കിലും വന്നു ചേർന്നിടാം സുഖം. ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, കാലം കഴിച്ചൊടുവിൽ നെടുവീർപ്പിടുന്നിതാ മനുഷ്യർ. തോന്നിയ ആ കവിതയുടെ ചിത്രീകരണവും അതിൻ്റെ അവതരണവും നിങ്ങൾ കേൾക്കുമല്ലോ, ആസ്വദിക്കുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, കാലം കഴിച്ചൊടുവിൽ നെടുവേർപ്പിടുന്നിതാ മനുഷ്യർ. ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, കാലം കഴിച്ചൊടുവിൽ നെടുവേർപ്പിടുന്നിതാ മനുഷ്യർ. ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, കാലം കഴിച്ചൊടുവിൽ നടുവേർപ്പിടുന്നിതാ മനുഷ്യർ. ഒന്നും നേടാനായില്ലല്ലോ, ഒന്നും
നേടാനായില്ലല്ലോ, ഒന്നും നേടാനായില്ലല്ലോ. ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും, ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും കാലം കഴിച്ചൊടുവിൽ നെടുവീർപ്പിടുന്നിതാ മനുഷ്യർ. ഒന്നും നേടാനായില്ലല്ലോ, ഒന്നും നേടാനായില്ലല്ലോ. കഴിഞ്ഞതെല്ലാം സ്വപ്നമായി കരുതിയെങ്കിൽ ഒന്നും നേടാനായില്ലല്ലോ. കഴിഞ്ഞതെല്ലാം സ്വപ്നമായി കരുതിയെങ്കിൽ വരും കാലം അഹോരാത്രം പാടുപെട്ടാൽ. കഴിഞ്ഞതെല്ലാം സ്വപ്നമായി കരുതിയെങ്കിൽ വരും കാലം അഹോരാത്രം പാടുപെട്ടാൽ. ജീവിതാന്ത്യത്തിലെങ്കിലും വന്നു ചേർന്നിടാൻ സുഖം. വരും കാലം അഹോരാത്രം പാടുപെട്ടാൽ. ജീവിതാന്ത്യത്തിലെങ്കിലും വന്നു ചേർന്നിടാൻ സുഖം. ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും കാലം കഴിച്ചൊടുവിൽ നെടുവീർപ്പിടുന്നിതാ മനുഷ്യർ. ഒന്നും ചെയ്യാതുണ്ടും ഉറങ്ങിയും കാലം കഴിച്ചൊടുവിൽ നെടുവീർപ്പിടുന്നിതാ മനുഷ്യർ. ഒന്നും നേടാനായില്ലല്ലോ, ഒന്നും നേടാനായില്ലല്ലോ. വൃഥാവിൽ ഒന്നും നേടാനായില്ലല്ലോ. കഴിഞ്ഞതെല്ലാം സ്വപ്നമായി കരുതിയെങ്കിൽ ഒന്നും നേടാനായില്ലല്ലോ. കഴിഞ്ഞതെല്ലാം സ്വപ്നമായി കരുതിയെങ്കിൽ വരും കാലം അഹോരാത്രം പാടുപെട്ടാൽ. വരും കാലം അഹോരാത്രം പാടുപെട്ടാൽ. ജീവിതാന്ത്യത്തിലെങ്കിലും വന്നു ചേർന്നിടാൻ സുഖം. ജീവിതാന്ത്യത്തിലെങ്കിലും വന്നു ചേർന്നിടാൻ സുഖം. ജീവിതാന്ത്യത്തിലെങ്കിലും വന്നു ചേർന്നിടാൻ സുഖം. സുഖം, 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 ജീവിത സുഖം. ഒന്നും ചെയ്താണ്ടും ഉറങ്ങിയും കാലം കഴിച്ചൊടുവിൽ നെടുവീർപ്പിടുന്നിതാ മനുഷ്യർ. കാലം കഴിച്ചൊടുവിൽ നെടുവീർപ്പിടുന്നിതാ